അതെന്താ വെച്ചാൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത് ഏറ്റവും നല്ലതല്ലേ? ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നൊരു വിഭാഗം ഞങ്ങളാണ്. എല്ലാ ആഴ്ചയും 10-20 പേര് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ആഴ്ചയും ഞങ്ങളുടെ ഭാവി അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പം സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നതിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ഒപ്പീനിയനുകൾ വരും. നമുക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത്, ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ എന്താണ് ദൂരവ്യാപകമായി ചിന്തിച്ച് ചെയ്യുന്നത് എന്താണോ അത് ശരിയെന്ന് നോക്കി പോകുക എന്നുള്ളതാണ്. കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും താങ്ങാനായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ആളുകൾ എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിക്കുകയുണ്ടായി. ഒരുപാട് സീനിയർ ആളുകളും യങ്സ്റ്റേഴ്സും വിളിക്കുകയുണ്ടായി. അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. വേണമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ നിങ്ങൾ പത്രക്കാരിങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഞാനൊരു സ്വയം വിചിന്തനം നടത്തി നോക്കിയത് വേണമോ വേണ്ടോ, എൻ്റെ തിരക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ്. എൻ്റെ നാട്, എൻ്റെ മലയാളം, എൻ്റെ ഭാഷ, എൻ്റെ സിനിമ, ഞാൻ സിനിമ കണ്ടു വളർന്ന എൻ്റെ തലസ്ഥാനം, ഇവിടേക്ക് എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് തിരിച്ചു വരിക എന്നുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, വഴി കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് ഇന്നോവേഷൻസിൻ്റെ സമയമാണിത്.